കേരളത്തിൽ മാൻ മിസ്സിംഗ് കേസുകൾ, അതായത് കാണാതാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിന് പല കാരണങ്ങൾ സാമൂഹ്യമായിട്ട്, സാംസ്കാരികമായിട്ട്, കുടുംബപരമായിട്ടൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും മാൻ മിസ്സിംഗ് കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നത് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് നല്ലതല്ല. ഈ വിഷയത്തിൽ പോലീസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടണം. അവർ വിവിധ വിഷയങ്ങളിൽ ഇത്തരം മാൻ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കാര്യമായി അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പല കേസുകളിലും അതിൽ ഫലം കിട്ടാറില്ല, റിസൾട്ട് കിട്ടാറില്ല. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ റിസൾട്ട് കിട്ടുന്നുള്ളൂ എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലയായ മലപ്പുറത്ത് വർഷം തോറും വൻ വർധനവ് ഈ ഒരു കാണാതാകുന്നവരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ള ഗുരുതരമായൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷം ഇതുവരെ മാത്രം മലപ്പുറം ജില്ലയിൽ നിന്ന് 363 പേരെ കാണാതായിട്ടുണ്ട്. 2022 മുതൽ മുൻപോട്ടുള്ള വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആധുനിക സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന കണക്കുകൾ ആണ് പുറത്തു വരുന്നത്. 2022 534 പേരെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം കാണാതായത്. 2023 അത് 536 ഉയർന്നു. തുടർന്നുള്ള 24-25 വർഷങ്ങളിൽ യഥാക്രമം 884, അതുപോലെ 733 എന്നിങ്ങനെയാണ് കാണാതായവരുടെ എണ്ണം. വീടുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, തൊഴിലിടങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ കാണാതായവരുടെ വിവരങ്ങളാണ്, അതായത് അവരുടെ എണ്ണമാണ് പുറത്തു വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിപ്പോൾ കേരളത്തിൽ മൊത്തം നോക്കിയാൽ തന്നെ 14 ജില്ലകൾ നോക്കിയാലും ഈ കാണാതാവുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ പേർ സ്ത്രീകളാണ്. പ്രത്യേകിച്ചും വിവാഹിതരാണ്. പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. പ്രായപൂർത്തിയായവരെയും ആകാത്തവരെയും കാണാതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. അതായത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരിചയങ്ങൾ, പ്രണയങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സമൂഹ മാധ്യമം വഴിയുള്ള മറ്റ് ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബ ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിനെ ചൂണ്ടിക്കാട്ടാം. ഈ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത്തരത്തിൽ ഉള്ള കുടുംബാരോഗ്യം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആ ആരോഗ്യപരമായ അവസ്ഥ കണക്കാക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണമോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടലോ, സ്കൂളുകളിൽ പ്രത്യേകമായ കൗൺസിലിങ്, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൗൺസിലിങ്, മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനങ്ങൾ, ബോധവൽക്കരണം, നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു സമൂഹമാകുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യരാണ്, പല സ്വഭാവക്കാരാണ്, പല രീതിയിൽ പെരുമാറുന്നവരാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഇത്തരത്തിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന ഈ കണക്കുകൾ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇത്തരം കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിനുവേണ്ട അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ഒക്കെ തന്നെ കാര്യമായി ഇടപെടേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഇവയൊക്കെ തന്നെ. തൊഴിൽ ഇടങ്ങളിൽ ഒക്കെ തന്നെ നിരവധി പേരാണ് തൊഴിൽ ഇടങ്ങളിൽ നിന്ന് കാണാതാകുന്നത്. വീടുകളിൽ നിന്ന് വീട്ടമ്മമാരെ കാണാതാകുന്നതുണ്ട്. ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ, ഇല്ലാതെയാക്കാൻ പ്രയാസമാണ്. എന്നാൽ പോലും അത് കുറയ്ക്കാൻ വേണ്ട അടിയന്തര നടപടിക്രമങ്ങളിലൂടെ സർക്കാർ കടന്നു പോകേണ്ടതാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും.